ഹലോ, അപ്പോൾ ഇന്ന് ഫിഷ് മോളി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആ മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മസാലയൊക്കെ മീനിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ച് വരട്ടെ. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മീൻ വറുത്തെടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കിട്ട് ഈ മീൻ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരുപാട് വറന്ന് പോകണം, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയേ. എന്നിട്ട് ആ ബാലൻസ് വന്ന എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇനി ഇതിനകത്തേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസ് 2 സവോള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം സവോളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി വരുന്ന സമയമാകുമ്പോഴേക്കും ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാലും 1ാം പാലും അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാനിപ്പോൾ ഡയറക്റ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാലൊന്ന് നല്ലപോലെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന മീനില്ലേ, ആ മീനും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തേങ്ങാപ്പാലിന് പകരം ഞാനിപ്പോൾ ഇവിടെ 1ാം പാലിന് പകരം നട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും. കാരണം നമുക്കിവിടെ നമ്മൾ തേങ്ങ ചിരകിയതാണ് മേടിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എത്ര അരച്ചാലും അത്രയും തിക്കായിട്ടുള്ള പാല് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നട്ട്സാണ് അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫിഷ് മോളി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ നെയ്യിൽ കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് മോളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പാലപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് ഇറക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.